ഹായ് എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ കഴിഞ്ഞ വ്ളോഗിലെ കണ്ടിന്യൂഷൻ ആയിട്ടാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈവനിങ് ഒക്കെ ആയപ്പോഴത്തേനും ഹസ്ബൻഡ് ഓഫീസിൽ പോയി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഹസ്ബൻഡ് പോയതിന് ശേഷം ഞാനും ആമിയും കൂടി ടെറസിലേക്കൊക്കെ ഒന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നല്ല ക്ലൈമറ്റ് ആയിരുന്നു, ചെറിയ മഴയാണ് ഉണ്ടായിരുന്നത്. ഇന്ന് കാർത്തിക ആയ കാരണം കൊണ്ട് തന്നെ വൈകുന്നേരം മഴ പെയ്യുമെന്നൊക്കെ ഞങ്ങൾ പേടിച്ചാണ് ഇരുന്നത്. എല്ലാ വർഷവും ഈ ഒരു ടൈമിൽ ഭയങ്കര മഴയാണ് കേട്ടോ. എല്ലാ പ്രാവശ്യവും കാർത്തികയുടെ അന്ന് മഴയും കാറ്റും ഒക്കെയാണ്. പക്ഷേ എന്തോ ഭാഗ്യത്തിന് നമുക്ക് വൈകുന്നേരം ആയപ്പോഴത്തേക്കും മഴയൊന്നും ഉണ്ടായിരുന്നില്ല, നല്ലൊരു ക്ലൈമറ്റായി. അങ്ങനെ പിന്നെ ഞാൻ കുളിയൊക്കെ കഴിഞ്ഞതിന് ശേഷം വന്നിട്ട് ഒന്ന് ദേഹമൊക്കെ ഒന്ന് കഴുകി അതിന് ശേഷമാണ് നമ്മളിപ്പോൾ വിളക്ക് വയ്ക്കാനായിട്ട് പോകുന്നത് കേട്ടോ. രാവിലെ തന്നെ ഞാൻ തല കുളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ചെറിയൊരു കോൾഡും കാര്യങ്ങളും പോലെ ഉള്ളതുകൊണ്ട് വൈകുന്നേരം ഞാൻ തല കുളിച്ചില്ല. അങ്ങനെ ഞാൻ ഈ ഒരു ടേബിളിൽ പുതിയ ഒരു ബെഡ്ഷീറ്റ് എടുത്ത് വിരിക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വന്നതാണ്. അപ്പോഴത്തേനും ഉണ്ട് നമുക്കൊരു പാഴ്സൽ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഒരു ബുക്ക് മേടിച്ചിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ ഒരു വ്ളോഗിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ ഞാനിപ്പോൾ ബുക്സൊക്കെ വായിക്കാനായിട്ട് തുടങ്ങിയെന്ന്. അപ്പോൾ ലാസ്റ്റ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ആ ഒരു ബുക്ക് ഞാൻ വായിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പുതിയൊരു ബുക്ക് ഓർഡർ ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇക്കിഗായ് എന്ന് പറഞ്ഞിട്ടൊരു ബുക്കാണിത്. അപ്പോൾ ഇത് ജാപ്പനീസുകാരുടെ ജീവിത രീതിയെക്കുറിച്ചും അപ്പോൾ നമ്മുടെ മെൻ്റൽ ഹെൽത്തിനെയൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന അങ്ങനത്തെ ടൈപ്പിലുള്ളൊരു ബുക്കാണ് കേട്ടോ. അപ്പോൾ അതെനിക്ക് ഒരുപാട് അങ്ങോട്ട് വായിക്കണമെന്ന് ഭയങ്കര ഒരു ആഗ്രഹം തോന്നി. അപ്പോൾ എൻ്റെ ഫ്രണ്ട് സൂര്യ തന്നെയാണ് അതും സജസ്റ്റ് ചെയ്തത്. അങ്ങനെ ഞാനത് ഓൺലൈനിൽ നിന്നാണ് ഓർഡർ ചെയ്തത്. ഞാനിത് ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് മേടിച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഏതിൽ വേണമെങ്കിലും നോക്കാം. ആമസോണിലാണെങ്കിലും മീഷോയിലാണെങ്കിലും എല്ലാത്തിലും ഉണ്ട് കേട്ടോ. അപ്പോൾ അത് മലയാളം ബുക്കെന്ന് പറഞ്ഞിട്ട് സെർച്ച് ചെയ്താൽ മതി, നിങ്ങൾക്ക് കിട്ടും. ഓരോന്നും ഓരോ പബ്ലിക്കേഷൻ്റെതായിരിക്കും കേട്ടോ. അപ്പോൾ പല പബ്ലിക്കേഷൻസിലും ഇറക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ നോക്കിയിട്ട് റിവ്യൂ ഒക്കെ നോക്കിയിട്ട് നിങ്ങൾക്ക് മേടിക്കാം. അങ്ങനെ ഞാനും ഇക്കിഗായുടെ ഒരു പുസ്തകം മേടിച്ചിട്ടുണ്ട്. അതൊക്കെ എനിക്കിനി വായിക്കണം. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ വന്നിട്ട് കോലം വരയ്ക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഫ്രണ്ടിലൊക്കെ ഒന്ന് വെള്ളമൊക്കെ ഒന്ന് ഒഴിച്ചിട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ തിരുവണ്ണാമലയിലെ ദീപം കൊളുത്തുന്ന ആ ഒരു ടൈം കഴിഞ്ഞതിന് ശേഷമാണ് വീട്ടിൽ കാർത്തിക ദീപം വയ്ക്കേണ്ടത്. എനിക്കിത് ശരിക്കും ഉണ്ടെങ്കിൽ ആദ്യമൊന്നും അറിയത്തില്ലായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്ക് ഇവിടെ ഹസ്ബൻഡ് അച്ഛനാണ് ഒരിക്കൽ പറഞ്ഞു തന്നത്, ഇതുപോലെ തിരുവണ്ണാമലയിൽ ദീപം വയ്ക്കുന്ന ആ ഒരു ടൈം കഴിഞ്ഞിട്ട് ആണ് നമ്മൾ വീട്ടിൽ ദീപം വയ്ക്കേണ്ടതെന്ന്. അപ്പോൾ അങ്ങനെ ഞാൻ ഇത്തവണ അതനുസരിച്ചാണ് ചെയ്തത്. കഴിഞ്ഞ പ്രാവശ്യമൊന്നും ഞാൻ അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഞാൻ എന്തായാലും കോലമൊക്കെ ഒന്ന് വരച്ചിടാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. അങ്ങനെ വൈകുന്നേരമാണല്ലോ നമ്മൾ കാർത്തിക ദീപം വയ്ക്കുന്നത്. അപ്പോൾ ഞാനിങ്ങനെ നെറ്റിലൊക്കെ നോക്കിയിട്ട് സിമ്പിളായിട്ടുള്ളൊരു ഡിസൈനാണ് വരച്ചിട്ടുള്ളത്. അപ്പോൾ എനിക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. എല്ലാ തവണയും വരയ്ക്കുന്നേക്കാളും കുറച്ച് നല്ല ഭംഗിയായിട്ട് തോന്നി. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നൊന്ന് കമൻറ്റ് ചെയ്തേക്കണേ. പിന്നെ ആ ഒരു ഫ്ലവറിൻ്റെ ആ ഒരു മേൽ പോർഷനിലെ ഒരു ലീഫ് ചെറുതായിട്ടൊന്ന് ഷേപ്പ് മാറിയിട്ടുണ്ട്. അത് സ്പേസിൻ്റെ ഒരു പ്രശ്നം കൊണ്ടാണ് അങ്ങനെ പറ്റിയത്. அழகாக தீர்மானம் செய்திருப்பான். இந்த விழாவை மட்டுமா நம்மை ஐயா அவன்தானே நம்மை ஆட்டுவிக்கும் இறைவன் இயக்குனர் நம்ம எல்லா ഞാൻ വിളക്കൊക്കെ നേരത്തെ തന്നെ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരാഴ്ച മുന്നേ തന്നെ എല്ലാ വിളക്കും എടുത്ത് കഴുകി നീറ്റായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. സാധാരണ നമ്മളിങ്ങനെ കാർത്തിക ദീപത്തിന് ആണെങ്കിലും ദീപാവലിക്കൊക്കെ ആണെങ്കിലും പുതിയ ഇടിഞ്ഞിൽ വിളക്കും കൂടി മേടിക്കണമെന്ന് പറയാറുണ്ട്. അപ്പോൾ ഇത്തവണ ഞങ്ങൾക്ക് വാങ്ങിക്കാനായിട്ട് പറ്റിയില്ല. കാരണം മഴയും കാര്യങ്ങളൊക്കെ ആയ കാരണം കൊണ്ട് പുറത്തിറങ്ങാനോ ഒന്നും പറ്റിയില്ല കേട്ടോ. അപ്പോൾ ഇത്തവണ ഞാൻ പുതിയ വിളക്കുകൾ ഒന്നും മേടിച്ചിട്ടില്ല. 1-2 വിളക്കെങ്കിലും നമ്മളങ്ങനെ പുതിയ വിളക്കും കൂടി മേടിച്ച് വയ്ക്കണമെന്നാണ് പറയാറുള്ളത്. അപ്പോൾ എൻ്റെ അടുത്തുള്ള വിളക്കുകൾ വെച്ചിട്ട് തന്നെയാണ് ഞാൻ ഇത്തവണ കത്തിക്കുന്നത്. അപ്പോൾ ഈ ഇടിഞ്ഞിൽ വിളക്കിന് ഇവിടെ തമിഴിൽ പറയുന്ന അകിൽ വിളക്കാന്നാണ് പറയുന്നത്, അകിലെന്നാണ് പറയുന്നത്. പിന്നെ ഈ 2 നമ്മൾ അന്നൊരു ദിവസം മേടിച്ചിട്ടുണ്ടായിരുന്ന ബ്രാസിലുള്ള 2 ചെറിയ ഇടിഞ്ഞിൽ വിളക്കുണ്ടല്ലോ, ഇത് ഞാൻ നെയ്വിളക്കായിട്ട് ആണ് കത്തിക്കുന്നത്. ഇതുപോലെ വിശേഷമുള്ള ദിവസങ്ങളിലും പിന്നെ ചൊവ്വ വെള്ളി വ്യാഴം ദിവസങ്ങളിലും ഞാനിങ്ങനെ നെയ്യ് ഒഴിച്ചിട്ട് ദീപം വയ്ക്കാറുണ്ട് കേട്ടോ. അപ്പോൾ തിരുവണ്ണാമലയിൽ ദീപം വയ്ക്കുന്നതിൻ്റെ കാഴ്ചയാണ് ഈ കാണുന്നത്. അപ്പോൾ ഞാൻ യൂട്യൂബിൽ തന്നെ ഒന്ന് വീഡിയോ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൽ കണ്ടതിന് ശേഷം അല്ലെങ്കിൽ ന്യൂസിലും കാണിക്കും. അപ്പോൾ അവിടുത്തെ ഒരു ദീപം വെച്ചതിന് ശേഷമാണ് വീട്ടിൽ ഞാൻ വിളക്ക് വെച്ചത്. അപ്പോൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആമി നല്ല ഉറക്കമാണ്. സന്ധ്യ സമയത്താണ് കിടന്ന് ഉറങ്ങുന്നത്. അവൾക്കിപ്പോൾ ഭയങ്കര ടയേർഡായിരുന്നു ഇന്നത്തെ ദിവസം. ചെറിയൊരു കോൾഡും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിളിച്ചിട്ടൊന്നും എഴുന്നേൽക്കുന്നില്ല. പിന്നെ എന്തായാലും എഴുന്നേൽക്കാത്ത കാരണം കൊണ്ട് ഉറങ്ങട്ടെ എന്ന് വിചാരിച്ചേട്ടോ.
പിന്നെ ഹസ്ബൻഡ് ആണെങ്കിലും ഓഫീസിൽ പോയേക്കാണ്, ആരും തന്നെ ഇല്ല കേട്ടോ. അപ്പോൾ എനിക്കും ഭയങ്കര ഒരു ഇതായിപ്പോയി. താഴെയാണെങ്കിലും ഹസ്ബൻഡ് അച്ഛനൊന്നും ഓഫീസ് വിട്ടിട്ടൊന്നും വന്നിട്ടില്ല. അനിയനും വൈഫും എല്ലാവരും ജോലിക്ക് പോയേക്കാണ്. അപ്പം ഞാൻ മാത്രമായിപ്പോയി എന്നുള്ളൊരു ചെറിയൊരു വിഷമം ഉണ്ടായിരുന്നു, ഒറ്റയ്ക്കായി പോയ പോലെ. പിന്നെ എന്തായാലും ഞാൻ ആ ഒരു ടൈം അനുസരിച്ച് വീട്ടിൽ വിളക്ക് വെച്ചു. ഇനിയാണ് നമ്മൾ പുറത്തൊക്കെ വിളക്കുകൾ വെക്കാനായിട്ട് പോകുന്നത്. സാധാരണയായിട്ട് ഞങ്ങൾ എല്ലാ പ്രാവശ്യവും സ്റ്റെപ്പിൻ്റെ ആ പോർഷനിലും താഴത്തെ ഗേറ്റിൻ്റെ അവിടെയും അതുപോലെ തന്നെ വീടിനുള്ളിൽ എല്ലാ റൂമിൻ്റെയും വാതിൽക്കലും ഒക്കെ വെക്കാറുണ്ട്. ഇത്തവണ എനിക്കിപ്പോൾ ഇതിനുള്ള ഇടിഞ്ഞിൽ വിളക്ക് തികയുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്തായാലും പുറത്ത് മാത്രം വയ്ക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. പിന്നെ താഴെ അനിയൻ്റെ വൈഫ് ജോലി കഴിഞ്ഞ് വന്നതിന് ശേഷം താഴത്തെ പോർഷനിലോട്ട് വിളക്ക് വെച്ചോളും. അപ്പോൾ ഞാൻ എന്തായാലും 6 മണിയൊക്കെ ആയപ്പോഴത്തേക്കും വെക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം നമ്മുടെ വാതിൽക്കലാണ് വെക്കുന്നത്, 2 വിളക്ക് വെച്ചിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ വരച്ചിട്ടുള്ള ഒരു ചെറിയൊരു രംഗോലി ഇല്ലേ, അതിലും കൂടി വിളക്ക് വെച്ചിട്ടുണ്ട്. ഭയങ്കര കാറ്റാണ്. നമ്മൾ വിളക്ക് വെക്കുന്ന ആ ഒരു ടൈം ആകുമ്പോഴത്തേക്കും എന്തെന്നില്ലാത്തൊരു കാറ്റ് വരും. അതുവരെ കാണാത്തൊരു കാറ്റാണ് ആ ഒരു ടൈമിൽ വരുന്നത്. എല്ലാ പ്രാവശ്യവും കാർത്തികയ്ക്ക് അങ്ങനെയാണ്, എല്ലാ പ്രാവശ്യവും മഴയും കൂടി പെയ്യാറുണ്ട്. പക്ഷേ ഇത്തവണ ഭാഗ്യത്തിന് മഴയൊന്നും പെയ്തിട്ടില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ വിളക്ക് ഞാൻ വെക്കുന്നതിനനുസരിച്ച് കാറ്റിൻ്റെ ഇത് കാരണം അണഞ്ഞണഞ്ഞ് പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കുറേ തവണ മാറ്റിയും തിരിച്ചുമൊക്കെ കത്തിച്ചൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറേയൊക്കെ അണഞ്ഞു പോയി. പിന്നെ വീണ്ടും കത്തിച്ച് ഒരു അരമണിക്കൂറെങ്കിലും ഒന്ന് കത്തിച്ച് വെക്കണമല്ലോ, അതാണല്ലോ അതിൻ്റെ ഒരു ഐശ്വര്യം. അങ്ങനെ ഞാൻ എന്തായാലും പെട്ടെന്ന് തന്നെ വന്നിട്ട് തൊഴുതതിന് ശേഷം ആമിയെ വന്ന് വിളിച്ചുണർത്തിയിട്ടുണ്ട്. അപ്പോൾ ആമി എൻ്റെ പുറകിൽ നിൽപ്പുണ്ട്, അവൾ എഴുന്നേറ്റായിരുന്നു. അങ്ങനെ അവൾക്കും ഇതൊക്കെ ഒന്ന് കാണിച്ചു കൊടുത്തിട്ട്, അപ്പോൾ ഹസ്ബൻഡ് ഓഫീസിൽ പോയിട്ട് ഇങ്ങനെ വീഡിയോ കോൾ ചെയ്തപ്പോഴത്തേക്ക് ഞാനത് കാണിച്ചു കൊടുത്തു. പിന്നെ വീഡിയോസൊക്കെ എടുത്ത് അയച്ചു കൊടുത്തു. അപ്പോൾ ഇത് കാണുമ്പോൾ തന്നെ എന്തൊരു ഭംഗിയാണല്ലേ. നമുക്ക് വർഷത്തിൽ ഒരു തവണയാണ് ഇതുപോലെ കാർത്തിക ദീപമൊക്കെ വരുന്നത്. അപ്പം ഞാനതൊന്നും ഇങ്ങനെ ഒരിക്കലും മിസ് ചെയ്യാറില്ല കേട്ടോ. മാക്സിമം നമ്മുടെ എല്ലാ ഹിന്ദു മതം അനുസരിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ മാക്സിമം ചെയ്യാറുണ്ട്. കാരണം വർഷത്തിൽ ഒരു തവണ വരുന്നൊരു കാര്യമാണല്ലോ, അതുകൊണ്ടാണ്. പിന്നെ ഈ ഒരു 6 വിളക്ക് വരുന്നത് ഞാനിങ്ങനെ വീടിനുള്ളിൽ തന്നെ ഒരു ചെറിയ നമ്മുടെ ടീപ്പ ഉണ്ടല്ലോ അവിടെ വെച്ചിട്ടുണ്ട്. ശരിക്കും ഇത് വേറെയും വിളക്കുകൾ ഒരുപാട് വെക്കാൻ പറ്റുന്നതാണ്. പക്ഷേ ഞാൻ എന്തായാലും എല്ലാം കൂടി ഒരു തട്ടത്തിന്മേൽ ഇങ്ങനെ വെച്ചിട്ട് അങ്ങനെ വിളക്ക് വയ്ക്കുകയാണ് ചെയ്തത്. പിന്നെ നമ്മുടെ പൂജാ റൂമിൽ ഇതുപോലെയാണ് വിളക്ക് വെച്ചേക്കുന്നത്. അപ്പോൾ ഇത് വിളക്കെല്ലാം വെച്ച് കഴിഞ്ഞതിന് ശേഷം കാണാനായിട്ട് നല്ല ഭംഗിയായിരുന്നു. നമ്മുടെ വീടിനുള്ളിൽ വല്ലാത്തൊരു ഐശ്വര്യവും ഒരു പ്രത്യേക ഒരു ഭംഗിയൊക്കെ ആയിരുന്നു കേട്ടോ. അങ്ങനെ ഞാനും ആമിയും കൂടി ടെറസിൻ്റെ മേലേക്കൊന്ന് പോയപ്പോഴത്തേക്കും ഉണ്ട് ഇതുപോലെ ഇവിടെയൊക്കെ ദീപാവലിയൊക്കെ കഴിഞ്ഞിട്ട് ബാലൻസ് വരുന്ന കുറച്ച് ഇങ്ങനെ പടക്കമൊക്കെ എടുത്തവർ മാറ്റി വെച്ചൊക്കെ ഞാൻ അന്ന് ദീപാവലിയുടെ വ്ളോഗിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, കാർത്തികയ്ക്ക് വെക്കാൻ വേണ്ടി നമ്മൾ കുറച്ച് ഇതുപോലെ പടക്കവും പൊട്ടാസും ഒക്കെ മാറ്റി വെച്ചേക്കുന്നു. അപ്പോൾ അതിലുള്ള ക്രാക്കേഴ്സാണ് തൊട്ടടുത്തുള്ള ഫ്ലാറ്റിൽ അവർ വെക്കുന്നതാണ് കേട്ടോ. അപ്പോൾ അത് ഞാൻ ജസ്റ്റ് പോയിട്ടൊന്ന് വീഡിയോ ഒക്കെ ഒന്ന് എടുത്തതാണ്. ഞങ്ങളുടെ അടുത്തും കുറേ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഹസ്ബൻഡ് ഓഫീസിൽ പോയ കാരണം കൊണ്ട് വെക്കാനായിട്ട് പറ്റിയില്ല. അതുപോലെ തന്നെ അനിയനാണെങ്കിലും ഒക്കെ ഓഫീസിലാണ്, അവരാരും വന്നിട്ടില്ല, എല്ലാവരും ജോലിക്ക് പോയേക്കുന്നുണ്ട്. അപ്പോൾ അവരാരും ഇല്ലാത്തത് കൊണ്ടാണ് ഞങ്ങൾ ഇത്തവണ വെക്കാത്തത് കേട്ടോ. അപ്പോൾ ഞങ്ങളിതെല്ലാം എടുത്ത് സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. കുറച്ചാണ് ഉള്ളത്. അന്ന് നമ്മൾ ദീപാവലിയുടെ അന്ന് തന്നെ കുറേയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. 1-2 പൂത്തിരി മാത്രമാണ് നമ്മളുടെ അടുത്ത് ഉള്ളത്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ വന്നിട്ട് നമ്മുടെ ഒരു രംഗോളിയുടെ അവിടെ ഇരുന്നിട്ടുണ്ടായിരുന്ന ആ ഒരു അകിൽ വിളക്കില്ലേ, ഇടിഞ്ഞിൽ വിളക്ക് എല്ലാം അണയാനായിട്ട് തുടങ്ങിയായിരുന്നു. പിന്നെ ഞാൻ എന്തായാലും ഈ ഒരു ബാൽക്കണിയുടെ ഈ ഒരു പോർഷനിലും കൂടി വെക്കാമെന്ന് വിചാരിച്ചു. അതേ വിളക്കിനെ കൊണ്ടുവന്ന് ഇങ്ങോട്ടേക്ക് വെച്ചേട്ടോ. അപ്പോൾ ഇവിടെ അധികം അങ്ങനെ അങ്ങോട്ട് കാറ്റടിക്കുന്നില്ല. എല്ലാ പ്രാവശ്യവും ഞാൻ ഈ ഒരു ബാൽക്കണിയിലും വയ്ക്കും, അതുപോലെ ഫ്രണ്ടിൽ ഇതുപോലെ കോലം വരച്ചിട്ട് അവിടെയും വയ്ക്കും, വീടിനുള്ളിലൊക്കെ വയ്ക്കുമായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞല്ലോ, ഇത്തവണ എൻ്റെ അടുത്ത് ഇടിഞ്ഞിൽ വിളക്കുകൾ വളരെ കുറവാണ്. കുറേയൊക്കെ ഇല്ലാതായിപ്പോയി, പൊട്ടിപ്പോയതും അതുപോലെ തന്നെ കുറേയൊക്കെ ഞാനെടുത്ത് കളഞ്ഞു. ഇതുപോലെ ഇങ്ങനെ പൊട്ടിയതൊന്നും വീട്ടിൽ വെക്കാൻ പാടില്ലല്ലോ, അതുകൊണ്ട്. അപ്പം എന്തായാലും ഉള്ളത് വെച്ചിട്ട് ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് ബാൽക്കണിയിൽ കൊണ്ടുവന്ന് ബാക്കിയുള്ളത് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. നല്ല ഭംഗിയായിരുന്നു കേട്ടോ കാണാനായിട്ട്. 1-2 വിളക്കൊക്കെ ഇവിടെ ഇരുന്നതും അണഞ്ഞു പോയിട്ടുണ്ട്. പക്ഷേ എന്നാലും കുഴപ്പമില്ല, കുറച്ച് നേരത്തേക്ക് കത്തിച്ച് വയ്ക്കാമല്ലോ എന്ന് വിചാരിച്ചു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ
എന്നിട്ട് പപ്പായ കുറച്ച് വെജിറ്റബിൾസ് മേടിച്ചപ്പോഴത്തേക്കും പപ്പായ മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ അതാണ് കഴിച്ചത്. സാധാരണ ഞങ്ങളുടെ അവിടെയൊക്കെ എന്തെങ്കിലുമൊക്കെ പുഴുക്കുണ്ടാക്കി കഴിക്കും. ചേന, ചേമ്പ്, അതുപോലെ കപ്പ, മധുരക്കിഴങ്ങ്, അതൊക്കെയാണ് ഞങ്ങളുടെ അങ്ങോട്ടൊക്കെ ട്രിവാൻഡ്രത്തിലൊക്കെ അങ്ങോട്ട് അങ്ങനെയാണ് കഴിക്കുന്നത് കാർത്തിക ദീപത്തിൻ്റെ അന്ന്. ഇല്ലെങ്കിൽ ഇലയട, ഇലയപ്പം അതൊക്കെ ഉണ്ടാക്കി കഴിക്കും. അപ്പം നിങ്ങളുടെ അവിടെ എങ്ങനെയാണ് ഇത് ആഘോഷിക്കുന്നതെന്ന് ഒന്ന് കമൻറ്റ് ചെയ്തിരുന്നാൽ മതി. ഇത്തവണ ആരും വീട്ടിലില്ലാത്ത കാരണം കൊണ്ട്, ഹസ്ബൻഡൊന്നും ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ അതൊന്നും വെക്കാത്തത് കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ഡേ രാവിലെയാണ് വീഡിയോ എടുത്തിട്ടുള്ളത്. അപ്പോൾ രാവിലെ തന്നെ ഞാനും ആമിയും കൂടി വന്നിട്ട് ഞങ്ങളുടെ മേക്കപ്പ് ബോക്സിലിരിക്കുന്ന സാധനങ്ങളെല്ലാം പെറുക്കി സെപ്പറേറ്റ് ആയിട്ട് മാറ്റി വയ്ക്കുന്നുണ്ട്. കുറേ സാധനങ്ങളുണ്ട്, ആവശ്യമില്ലാത്തതും ഉള്ളതുമായിട്ട് കുറേ അധികം സാധനങ്ങൾ. എപ്പോഴും ഇതുപോലെ മേക്കപ്പ് ബോക്സിനകത്തുനിന്ന് അടുക്കിപ്പെറുക്കലും കാര്യങ്ങളൊക്കെ ഞാൻ മുന്നേയൊക്കെ ചെയ്യുമായിരുന്നു കേട്ടോ. അപ്പോൾ എത്രയൊക്കെ ഓർഗനൈസ് ചെയ്ത് വെച്ചാലും നമ്മൾ യൂസ് ചെയ്യുന്നതിനനുസരിച്ച് ഇങ്ങനെ അത് അലങ്കോലമായിക്കൊണ്ടിരിക്കും. അപ്പം ഞാൻ എന്തായാലും ഇതിന് വേണ്ടി ഒരു ഓർഗനൈസർ ഒന്നും മേടിച്ചിട്ടില്ല. ഇതുപോലത്തെ ഈ ഒരു ചെറിയ ബോക്സസ് ഉണ്ടല്ലോ, പ്ലാസ്റ്റിക് ബോക്സുകളിലാണ് ഇട്ട് വെക്കുന്നത്. പിന്നെ വളകൾ ഒരുപാട് ഇരിപ്പുണ്ട് ആമിയുടെ. അപ്പോൾ അതൊക്കെ ഇട്ട് വെക്കാനായിട്ട് ഒരു സ്റ്റാൻഡ് പോലത്തെ ഒരെണ്ണം മേടിക്കണം, ആമിയുടെ വളകൾ മാത്രം ഇടാനായിട്ട്. പിന്നെ ഈ ഒരു ബ്ലൂ കളറുള്ളൊരു പൗച്ച് ഉണ്ടല്ലോ, ഇത് ഞാൻ നാട്ടിൽ പോകുമ്പോൾ നമ്മുടെ മേക്കപ്പ് ഐറ്റംസ് ഒക്കെ ഇട്ടുകൊണ്ട് പോകുന്നതാണ്. എവിടെയെങ്കിലുമൊക്കെ യാത്ര പോകുമ്പോഴത്തേക്കും കൊണ്ടുപോകാൻ വേണ്ടി മേടിച്ച് വെച്ചേക്കുന്നതാണ് കേട്ടോ. പിന്നെ ആ ഒരു ഓപ്പൺ ബോക്സ് ഉണ്ടല്ലോ, അത് ഞാനിങ്ങനെ പെട്ടെന്ന് ഉപയോഗിക്കുന്ന സാധനങ്ങൾ, ആമിയുടെ റിബണും അതുപോലെ പൊട്ട് പെട്ടെന്നൊക്കെ എടുത്ത് വെച്ചിട്ട് നമുക്ക് പോകാൻ പറ്റുന്ന ഐറ്റംസാണ് ഇട്ട് വയ്ക്കുന്നത്. പിന്നെ ഈ ഒരു സിപ്പ് ലോക്ക് കവറിനകത്ത് ഇട്ടേക്കുന്നത് ആമിയുടെ കുറേ ബോയും കുറേ സാധനങ്ങൾ, അതിനകത്തും വേണ്ടാത്തത് കുറേ കിടപ്പുണ്ട്. അതൊന്നും ഞാൻ മാറ്റിയിട്ടില്ല കേട്ടോ. തൽക്കാലം ഞാനൊരു ബോക്സിനകത്തിരിക്കുന്നത് മാത്രമാണ് ഓർഗനൈസ് ചെയ്തിട്ടുള്ളത്. പിന്നെ നമ്മുടെ ചെറിയ റൂമിലുള്ള ഈ ഒരു ചെറിയൊരു ഷെൽഫില്ലേ, ഇവിടെയാണ് ഞാൻ ആമിയുടെ എൻ്റെയും മേക്കപ്പ് സാധനങ്ങളൊക്കെ വെച്ചേക്കുന്നത്. ഞാനിപ്പോൾ ബണ്ണുകളെല്ലാം സെപ്പറേറ്റ് ആയിട്ടും അതുപോലെ സ്ലൈഡുകൾ സെപ്പറേറ്റ് ആയിട്ട് പിന്നെ കമ്മലുകളെല്ലാം കൂടി ഒരു ബോക്സിൽ അങ്ങനെ സെപ്പറേറ്റ് ആക്കി വെച്ചേക്കുകയാണ്. ഇത് വൃത്തിയായിട്ടല്ല വെച്ചേക്കുന്നത്. എന്നാൽ ഇനിയും കൂടി കുറച്ചും കൂടി ഒന്ന് നന്നായിട്ട് ഓർഗനൈസ് ചെയ്ത് വെക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. പിന്നെ കൈയോടെ തന്നെ ഞാൻ ആ ഒരു ഷെൽഫിലിരിക്കുന്ന തുണികളും കൂടി മടക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഞാനിതിനകത്തിരുന്ന സിപ്പ് ലോക്ക് കവറുകളെല്ലാം മാറ്റിയിട്ട് അത് നമ്മുടെ മെയിൻ ബീറോയ്ക്കകത്തേക്ക് മാറ്റിയിട്ടുണ്ട്. നമുക്ക് സാരിയൊക്കെ മടക്കി വയ്ക്കാനായിട്ട് 1-2 കൂടി ഞാൻ എടുത്തിട്ടുണ്ട്. ഇത് നമ്മുടെ വേസ്റ്റ് ആയിട്ടുള്ള തുണികളാണ് കേട്ടോ. പുറത്ത് കൊടുക്കാനുള്ള ബാലൻസ് വന്നിട്ടുള്ള കുറച്ച് തുണികൾ ഞാൻ അടുക്കി വെച്ചേക്കുന്നതാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് എല്ലാം ഒന്ന് അടുക്കി പെറുക്കി ഒതുക്കിയതിന് ശേഷം എനിക്ക് ഫ്രിഡ്ജിനകത്തുള്ള സ്റ്റോറേജ് ബോക്സസിൽ കുറച്ചൊക്കെ കാലിയായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് നന്നായിട്ട് സോപ്പൊക്കെ ഇട്ടൊന്ന് കഴുകി എടുക്കുന്നുണ്ട്. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറയാനായിട്ട് മറന്ന ഒരു കാര്യമാണ്, ഈ ഒരു ബോക്സിനുള്ളിൽ ഒരു ഡ്രെയിനർ പോലത്തെ ഒരു സംഭവം കൂടി വരുന്നുണ്ട്. പക്ഷേ ആ ഒരു ട്രേ ഇരുന്നാലും വെജിറ്റബിൾസിനകത്തുനിന്ന് വെള്ളം ഇങ്ങനെ വരാറുണ്ട് കേട്ടോ. എനിക്ക് തോന്നുന്നത് ഈ ഒരു ഫ്രിഡ്ജ് ആയതുകൊണ്ടൊന്നും അറിയത്തില്ല. മുന്നത്തെ നമ്മുടെ ഫ്രിഡ്ജിലാണെങ്കിൽ അങ്ങനെ ഒരു പ്രശ്നം ഇല്ലായിരുന്നു. പക്ഷേ അങ്ങനെ വെജിറ്റബിൾസിൽ വെള്ളം ഇറങ്ങാതിരിക്കാനാണ് അങ്ങനെ ഒരു ഡ്രെയിനേജൊക്കെ കൊടുത്തിരിക്കുന്നത്, ഡ്രെയിനർ കൊടുത്തേക്കുന്നത്. എന്താണെന്ന് അറിയത്തില്ല. ഇനിയിപ്പോൾ ഫ്രിഡ്ജിൻ്റെ തണുപ്പ് കൂടുതലായതുകൊണ്ടാണോ എന്നും അറിയില്ല കേട്ടോ. ഞാൻ എന്തായാലും തണുപ്പൊക്കെ കുറച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഹസ്ബൻഡ് രാവിലെ വന്നപ്പോഴത്തേക്കും ഓഫീസിൽ നിന്ന് ഇതുപോലെ കേക്കൊക്കെ മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. അവരുടെ ഓഫീസിൽ ഇതുപോലെ ഫുഡ് ഫെസ്റ്റിവൽ നടക്കുന്നതെന്ന് പറഞ്ഞു. ക്രിസ്മസിൻ്റെ ഒരു സ്പെഷ്യലായിട്ടുള്ളൊരു സംഭവമാണ്. അപ്പോൾ പ്ലം കേക്കും അതുപോലെ തന്നെ ഫ്രൂട്ട് കേക്കും ആണ് മേടിച്ചിട്ടുള്ളത്. പിന്നെ ഞാൻ നിങ്ങൾക്കൊരു ടിപ്പ് പറഞ്ഞു തരാം. ഇത് എള്ളുണ്ടയില്ലേ, കറുത്ത കളറിലുള്ള എള്ളുണ്ടയാണ്. അപ്പോൾ ഇത് നമ്മൾ ശരിക്കും പീരീഡ്സൊക്കെ ലേറ്റ് ആവുന്ന ആൾക്കാർക്ക് ഇതുപോലെ ഈ എള്ളുണ്ട അതായത് നമുക്ക് പീരീഡ്സ് ഡേറ്റിൻ്റെ ഒരു 2-3 ദിവസം മുന്നേ തന്നെ ഒരു പാക്കറ്റെങ്കിലും നന്നായിട്ട് കഴിക്കണം. അപ്പോൾ ഈ എള്ളുണ്ട കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് പീരീഡ്സ് ആവും. അപ്പോൾ ഞാനിത് മുന്നേ നിങ്ങളോട് പറയണമെന്ന് വിചാരിച്ചിട്ടുള്ളതാണ്. എത്ര പേർക്ക് ഇത് അറിയാമെന്ന് എനിക്കറിയില്ല. അപ്പോൾ എനിക്കിത് പറഞ്ഞു തന്നത് ഇവിടെ വന്നതിന് ശേഷം അടുത്ത വീട്ടിൽ ആൻറ്റി പറഞ്ഞു തന്നതാണ്. അപ്പോൾ ഞാനിങ്ങനെ കുറച്ച് എന്തെങ്കിലും യാത്രയൊക്കെ ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഇങ്ങനെ പീരീഡ്സ് ആവണമെന്നുണ്ടെങ്കിൽ നമുക്ക് വരുന്ന ഡേറ്റിന് ഒരു 2 ദിവസം മുന്നേ തന്നെ ഇത് ഒരു പാക്കറ്റൊക്കെ അങ്ങോട്ട് കഴിക്കും. അപ്പോഴത്തേക്കും കറക്റ്റായിട്ട് നെക്സ്റ്റ് ഡേ രാവിലെ ആകുമ്പോഴത്തേക്കും നമുക്ക് പീരീഡ്സ് ആവാറുണ്ട്. കറുത്ത എള്ളുണ്ട തന്നെ കഴിക്കണം കേട്ടോ. അല്ലെങ്കിൽ കറുത്ത എള്ളിലുള്ള എന്തെങ്കിലും കറികൾ വെച്ച് കഴിച്ചാലും മതി, ബെസ്റ്റാണ്.
അതുപോലെ തന്നെ ആരോഗ്യത്തിനും നല്ലതാണത്. പിന്നെ ഞാൻ ഈ ഒരു സ്റ്റാർ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ ആഴ്ച ചെയ്തിട്ടുള്ളതാണ്. ഈ ഒരു ക്ലിപ്പ് ഞാൻ നേരത്തെ എടുത്തു വെച്ചിട്ടുള്ളതാണ് കേട്ടോ. ജസ്റ്റ് ഇതിലൊന്ന് ആഡ് ചെയ്യുന്നതാണ്. അപ്പോൾ ഞാനിത് പെട്ടെന്ന് ഒരു ദിവസം ഈവനിങ് ടൈമിൽ നോക്കിയപ്പോഴത്തേക്കും ഇതുപോലെ ഒരു വൈറൽ വീഡിയോ കണ്ടു. ഇതുപോലെ സ്റ്റാർ ഉണ്ടാക്കുന്നത് നമ്മുടെ ബുക്ക് പേപ്പറിലാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാനത് കണ്ടിട്ട് പെട്ടെന്ന് ഓടിപ്പോയിട്ട് എനിക്ക് ചെയ്യണമെന്ന് തോന്നിയിട്ട് അങ്ങനെ ചെയ്തതാണ്. അപ്പോൾ നോക്കിയപ്പോഴത്തേക്കും ഭയങ്കര ഈസി ആയിരുന്നു. ചെയ്തിട്ട് അങ്ങോട്ട് എടുത്തപ്പോഴത്തേക്കും കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. എനിക്ക് പിന്നീട് ഞാനത് ഉണ്ടാക്കാനായിട്ട് ശ്രമിച്ചപ്പോഴത്തേക്കും അത്രയും പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടില്ല. എന്നാലും ഞാൻ അന്നത് ഉണ്ടാക്കിയ ദിവസം ഫുള്ളായിട്ടുള്ള വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഷോർട്സ് വീഡിയോ മുന്നേ തന്നെ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇത് ഉണ്ടാക്കിയ ആ ഒരു ദിവസം തന്നെ ഇട്ടായിരുന്നു. ഇത് കുറേ ദിവസം മുന്നേ എടുത്തിട്ടുള്ള വീഡിയോ ആണ്. അപ്പോൾ ഇതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഈ ഒരു സ്റ്റാർ. ഞാൻ ചെയ്തതാണോ എന്ന് പോലും എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അത്രയ്ക്കും നല്ല ഭംഗിയുണ്ട്. നമ്മൾ സാധാരണ ബുക്ക് പേപ്പർ ഇല്ലേ, അതിൽ തന്നെയാണ് ചെയ്തത്. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഇതുപോലെ യൂട്യൂബിൽ തന്നെ സെർച്ച് ചെയ്താൽ മതി. വൈറൽ സ്റ്റാർ എന്നോ അങ്ങനെ എന്തെങ്കിലും പറഞ്ഞിട്ട് സ്റ്റാർ ഡിസൈൻസ് എന്നൊക്കെ പറഞ്ഞിട്ട് അടിച്ചാൽ മതി. നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും ഇതിൻ്റെ വീഡിയോ. ഞാനിപ്പോൾ ഫുൾ വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ. നല്ല ഭംഗിയല്ലേ കാണാനായിട്ട്. നമ്മുടെ കർട്ടൻ്റെ ആ ഒരു പോർഷനിൽ ഞാൻ ഇട്ടിട്ടുണ്ട്. പിന്നെ ഇതിൽ തന്നെ നമുക്ക് കളേഴ്സൊക്കെ കൊടുത്തിട്ട് പെയിൻ്റൊക്കെ ചെയ്യാം, അല്ലെങ്കിൽ കളർ പേപ്പറിൽ ചെയ്യാം. അടിപൊളിയാണ്. ഈവനിങ് ആയപ്പോഴത്തേക്കും ഹസ്ബൻഡ് ഞങ്ങളെയും കൊണ്ട് ഇതുപോലെ ദളപതി സിനിമ കാണാനായിട്ട് കൊണ്ടുപോയിട്ടുണ്ട്. ഡിസംബർ 12 ആയിരുന്നു രജനീകാന്തിൻ്റെ ബർത്ത്ഡേ. അന്ന് ഞങ്ങൾക്ക് ഈ ഒരു ടിക്കറ്റ് ബുക്ക് ചെയ്തതാണ്. പക്ഷേ അന്ന് നല്ല മഴയായ കാരണം കൊണ്ട് ഞങ്ങൾക്ക് പോകാനായിട്ട് പറ്റിയില്ല. ഹസ്ബൻഡ് ഒറ്റയ്ക്കാണ് പോയത്. പിന്നെ അന്ന് അതുമാത്രമല്ല, ആമിക്ക് അന്ന് ലീവും ആയിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് രണ്ടുപേർക്കും വേണ്ടിയിട്ടാണ് അന്ന് ടിക്കറ്റ് ബുക്ക് ചെയ്തത്. പക്ഷേ ആ ഒരു സമയത്ത് ആമിയുള്ള കാരണം കൊണ്ടും പിന്നെ മഴ ആയതുകൊണ്ട് ഞങ്ങളൊന്ന് പോയില്ല. പക്ഷേ പിന്നീട് ഇതുപോലെ കാർത്തികയുടെ പിറ്റേ ദിവസം ആയപ്പോഴത്തേക്കും ഹസ്ബൻഡ് എന്നോട് പറഞ്ഞു നമുക്കിങ്ങനെ പോയിട്ട് വരാമെന്നും. അപ്പോൾ ഇവിടുത്തെ ഒരു തിയേറ്റർ ആംബിയൻസ് എന്ന് പറയുന്നത് ഭയങ്കര രസമാണ്. നാട്ടിലത്തെ പോലെ അല്ല. ഇതൊരു ഫാൻ ഷോയും കൂടെ ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഭയങ്കര രസമാണ്. നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലാവുമല്ലോ. ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്ത ഒരാളെന്ന് പറയുന്നത് എൻ്റെ ഹസ്ബൻഡാണ്. പുള്ളി ഭയങ്കര രജനീകാന്തിൻ്റെ ഫാനും ഒക്കെയാണ്. ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ആ ഒരു ഷോയ്ക്കൊക്കെ പോയി. പിന്നെ എല്ലാം മതിമറന്ന് നമുക്ക് എൻജോയ് ചെയ്യാൻ കിട്ടുന്ന ഒരു അവസരം കൂടിയാണല്ലോ ഇതുപോലെ തിയേറ്ററിലൊക്കെ പോകുന്നത്. അപ്പോൾ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്തതും എൻ്റെ ഹസ്ബൻഡ് തന്നെയാണ്. കൂടുതലും ഇതുപോലെ കോളേജിലുള്ള പിള്ളേരൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത്. ഞാനും ആമി ഒരിടത്തിരുന്ന് ഇങ്ങനെ കണ്ടുകൊണ്ടിരുന്നു അവരുടെ ഇതൊക്കെ. ഞാനങ്ങനെ അധികം ഡാൻസൊന്നും കളിക്കാറില്ല കേട്ടോ. എനിക്ക് അത്രത്തോളം ഡാൻസ് കളിക്കാൻ ഒട്ടും അറിയാത്ത ഒരാളാണ്. പക്ഷേ എൻ്റെ ഹസ്ബൻഡ് നന്നായിട്ട് ഡാൻസ് കളിക്കും. പിന്നെ എല്ലാം മറന്ന് ഇതുപോലെ ഒന്ന് എൻജോയ് ചെയ്യാൻ പറ്റുക എന്നുള്ളത് ഭയങ്കര ഒരു അനുഗ്രഹം തന്നെയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പ്രത്യേകിച്ച് ഇത്രയും ഒരു ക്രൗഡിന് മുന്നിലൊക്കെ നിന്നിട്ട് നന്നായിട്ട് നമുക്ക് നമ്മുടെ സന്തോഷം പ്രകടിപ്പിക്കാനുള്ളൊരു ഇതുണ്ടല്ലോ. ഞാനങ്ങനെ അത്രയും എക്സ്പ്രസീവ് ആയിട്ടുള്ള ഒരാളേ അല്ല. അപ്പോൾ ഹസ്ബൻഡ് ഇങ്ങനെ ഡാൻസൊക്കെ കളിക്കുന്ന കണ്ടപ്പോഴത്തേക്ക് എനിക്ക് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് മനസ്സങ്ങ് നിറഞ്ഞെന്നാണെങ്കിൽ പറയാം. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്കിനി വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ. Thanks for watching.